ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെ ശാക്തീകരണത്തിനായാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് സാധ്യമായ എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഈ മാസം 29 മുതൽ വീണ്ടും പേര് ചേർക്കാൻ അവസരം. കരട് പട്ടിക തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കും. വൈജ്ഞാനിക സമൂഹമായി മാറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കാൻ പ്രവാസികളുടെ സഹകരണം അനിവാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126-ാം പതിപ്പ് നാളെ രാവിലെ 11-ന്. ഏഷ്യ കപ്പ് ട്വന്റി ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. നാളെ ദുബായിലാണ് മത്സരം. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനും ശാക്തീകരണത്തിനുമായാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിലെ ചാർസുഗുഡയിൽ ടെലികമ്മ്യൂണിക്കേഷൻ, റെയിൽവേ, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, നൈപുണ്യ വികസനം തുടങ്ങി വിവിധ മേഖലകളിലായി 60,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ഉൾപ്പെടെ 8 IIT-കളുടെ 2ാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. 2,600 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി പാലക്കാട് നടക്കുക. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ ജെ.പി. നഡ്ഡ. കേരളത്തിൽ കൃത്യസമയത്ത് ഉചിതമായ സ്ഥലത്ത് എയിംസ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് BJP സംസ്ഥാന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ മേഖലയിലെ നിക്ഷേപം 8% വർദ്ധിച്ചിരിക്കുന്നത്. 35 അമൃത് ഭാരത് സ്റ്റേഷനുകൾ കൂടി കേരളത്തിൽ നവീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനാഘോഷത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയിയുടെ ജീവിതം സമൂഹത്തിന്റെ ശാക്തീകരണത്തിനായി സമർപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത എഴുത്തുകാരൻ PR നാഥന് അമൃതകീർത്തി പുരസ്കാരവും ശ്രീ നദ്ദ സമ്മാനിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ എൽ മുരുകൻ, ജോർജ് കുര്യൻ, ശശി തരൂർ MP, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈജ്ഞാനിക സമൂഹമായി മാറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് ആഗോള പിന്തുണ ഉറപ്പാക്കാൻ പ്രവാസികളുടെ സഹകരണം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നോർക്ക പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് ലീഡർഷിപ്പ് മീറ്റ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അക്കാദമിക് വിദഗ്ധരുടെയും സംരംഭകരുടെയും കഴിവുകൾ നാടിന്റെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയാണ് ലീഡർഷിപ്പ് മീറ്റിന്റെ ലക്ഷ്യം. ലോക കേരള സഭയെ സംശയത്തോടെ കണ്ടവർക്ക് മറുപടി നൽകിയത് ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരം. ഇതിനായി കരട് വോട്ടർ പട്ടിക തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. എല്ലാ വോട്ടർമാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകിക്കൊണ്ടാണ് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഒക്ടോബർ 14 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും sec.kerala.gov.in വെബ്സൈറ്റിലും കരട് പട്ടിക പരിശോധിക്കാം. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 25-ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിന് എയിംസ് ആവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇക്കാര്യത്തിൽ തീരുമാനം പെട്ടെന്നുണ്ടാകണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് അയച്ച കത്തിൽ അനുകൂല മറുപടിയാണ് ലഭിച്ചതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ കിനാലൂരിൽ വ്യവസായ വകുപ്പിന് കീഴിലുള്ള 150 ഏക്കർ സ്ഥലം, അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചു. ഇതിന്റെ പേപ്പർ എല്ലാ രേഖകളും സഹിതം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് അയച്ചു. ഇത് വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നമുക്ക് ലഭിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് കേന്ദ്ര ധനമന്ത്രാലയത്തിന് ഈ പ്രപ്പോസൽ കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി ലഭ്യമായിരിക്കും. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ രാജ്യത്തിനു വേണ്ടി പോരാടിയ ധീരരെ ആദരിക്കുന്നതിന് നിർമ്മിച്ച സ്മാരകങ്ങളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്.
സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗം, ധീരത എന്നിവയിലൂടെ നിർമ്മിക്കപ്പെട്ടതാണ് നമ്മുടെ രാജ്യം. സ്മാരകങ്ങളുടെ നിർമ്മിതിയിലൂടെ രാജ്യത്തിന്റെ അഭിമാനമായ ധീരന്മാരെ അനുസ്മരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിലെ സ്മാരകങ്ങൾ പുതുക്കി പണിയുന്നതിന്റെയും പുതിയവ നിർമ്മിക്കുന്നതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിക്കുകയുണ്ടായി. देश अपने सभी स्वतंत्र सेनानियों को राष्ट्र रक्षा में अपने आप को दिन रात खपाने वाले, आहूत करने वाले वीर वीरांगनाओं को आज देश नमन कर रहा है. സേവാപർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജനയെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയുടെ രണ്ടാം ഭാഗം നാളെ ഉച്ചകഴിഞ്ഞ് 3:30 പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം ICAR സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ എസ് സംസാരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വിനോദസഞ്ചാര മേഖലയെ സംബന്ധിച്ച ഇന്ത്യയുടെ ദർശനങ്ങളിൽ കണക്ടിവിറ്റിക്ക് സുപ്രധാന സ്ഥാനമാണുള്ളതെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. ന്യൂഡൽഹിയിൽ ലോക ടൂറിസം ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സമീപ പഞ്ചായത്തുകളിൽ സിയാൽ നിർമ്മിക്കുന്ന 3 പാലങ്ങളും 18 മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചെങ്ങമനാട്, ശ്രീമൂലനഗരം, കാഞ്ഞൂർ, കാലടി പഞ്ചായത്തുകളിൽ 40 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പുനർജീവനം കാർഷിക പദ്ധതിയുടെ 2ഘട്ട പ്രവർത്തനങ്ങൾക്ക് ഇടുക്കി തൊടുപുഴയിൽ തുടക്കമായി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ പട്ടികവർഗ ഉപപദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജീവനം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. സമ്പുഷ്ടീകരിച്ച മധുരക്കിഴങ്ങിന്റെ കൃഷി വ്യാപിപ്പിക്കുന്നതിനൊപ്പം മധുരക്കിഴങ്ങിന്റെ മൂല്യവർദ്ധനവിലൂടെ തദ്ദേശീയ മേഖലയിലെ വനിതാ കർഷകർക്ക് മികച്ച വരുമാനം നേടിക്കൊടുക്കുകയാണ് പുനർജീവനം പദ്ധതിയുടെ ലക്ഷ്യം. കഴിഞ്ഞ വർഷം അട്ടപ്പാടിയിൽ നടത്തിയ ആദ്യഘട്ട പ്രവർത്തനങ്ങളിൽ കർഷകർക്ക് മികച്ച വരുമാന ലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ വർഷം പദ്ധതി നടപ്പാക്കും. സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 40 വനിതാ കർഷകർക്ക് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നതിനാവശ്യമായ നടീൽ വസ്തുക്കൾ, ജൈവവളങ്ങൾ, കാർഷികോപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തു. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. നാളെ രാത്രി 8-ന് ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന അവസാന സൂപ്പർ 4 മത്സരത്തിൽ ശ്രീലങ്കയെ ഇന്ത്യ പരാജയപ്പെടുത്തി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കേരള രാജ്ഭവൻ സംരംഭമായ ഇൻഹൌസ് ജേണൽ രാജഹംസിന്റെ പ്രകാശനം നാളെ രാവിലെ രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ശ്രീ ശശി തരൂർ MP ആദ്യ പ്രതി ഏറ്റുവാങ്ങും. കുട്ടികൾക്ക് പരീക്ഷകളുള്ള മാസങ്ങളിൽ ബാങ്കുകൾ ജപ്തി നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി ഇടപ്പള്ളിയിൽ കേരള ബാങ്ക് സംഘടിപ്പിച്ച IT കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജപ്തി പോലുള്ള നടപടികൾ കുട്ടികൾക്ക് വളരെയധികം മാനസിക സമ്മർദ്ദമുണ്ടാക്കുമെന്നും ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ ജപ്തിയുടെ ഭാഗമായി വീടുകളിൽ നിന്ന് ഇറക്കിവിടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ഇന്ന് പ്രഖ്യാപിച്ചു. എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. രാജ്യവ്യാപകമായി നടക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ സ്വച്ഛ ഭാരത് സാംസ്കാരിക ഉത്സവം സംഘടിപ്പിച്ചു. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ ശ്രീ മധുകർ റോഡ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെ ശാക്തീകരണത്തിനായാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് സാധ്യമായ എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഈ മാസം 29 മുതൽ വീണ്ടും പേര് ചേർക്കാൻ അവസരം. കരട് പട്ടിക തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കും. വൈജ്ഞാനിക സമൂഹമായി മാറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കാൻ പ്രവാസികളുടെ സഹകരണം അനിവാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126ാം പതിപ്പ് നാളെ രാവിലെ 11-ന്.
ഏഷ്യ കപ്പ് ട്വന്റി ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. നാളെ ദുബായിലാണ് മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.